ഹായ് ഓൾ, വെൽക്കം ടു ലൂമോസ് അക്കാഡമി. ഇപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. ഉത്തരം അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ. ജനിച്ച വർഷം 1909 ഫെബ്രുവരി 14. സ്ഥലം കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി. തിരുവിതാംകൂറിനെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്ന വിശേഷണം. ദേശസേവികാ സംഘം സ്ഥാപിച്ചു. വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സേനാ സംഘമാണ് ദേശസേവികാ സംഘം. രാജധാനി മാർച്ച് നയിച്ചു. വർഷം 1938. കൃതി 1114 കഥ. ആത്മകഥ ജീവിതം ഒരു സമരം. സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലം. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. രാജധാനി മാർച്ച് നയിച്ചു. വർഷം 1938. തമ്പാനൂര് മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് രാജധാനി മാർച്ച് നയിച്ചത്. തമ്പാനൂര് മുതൽ കവടിയാർ കൊട്ടാരം വരെ. കൃതി 1114 കഥ. അപ്പൊ കൃതി എന്നിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കും. അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന വർഷം 1947. അപ്പോൾ അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന വർഷം 1947. ഐ ആം ദ ലീഡർ, ഷൂട്ട് മീ ഫസ്റ്റ് ബിഫോർ യു കിൽ അതർ. ഞാനാണ് ലീഡർ, ആദ്യം എന്നെ വെടിവെക്കൂ മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞതാരാണ്? അക്കാമ ചെറിയാനാണ്. ഐ ആം ദ ലീഡർ, ഷൂട്ട് മീ ഫസ്റ്റ് ബിഫോർ യു കിൽ അതേഴ്സ്. അപ്പൊ എന്തൊക്കെയാണ്? 1909 ജനിച്ചു. അക്കാമ ചെറിയാൻ മരിച്ച വർഷം 1982 അക്കാമ ചെറിയാൻ മരിക്കുന്നത്. അപ്പൊ ജനിച്ച വർഷം 1909, 1988 മരണം. ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളി. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു. ദേശസേവികാ സംഘം സ്ഥാപിച്ചു. രാജധാനി മാർച്ച് നയിച്ചു. തമ്പാനൂര് മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് നയിച്ചു. വർഷം 1938. അക്കാമ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം. സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ്. പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തിയാര്? പങ്കെടുക്കാത്തേന്നാണ്. ഉത്തരം KB മേനോൻ. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഉപ്പു സത്യാഗ്രഹം കേരളത്തിൽ ആരംഭിച്ച വർഷം 1930 ഏപ്രിൽ 13. ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതാവ് K കേളപ്പൻ ആയിരുന്നു. പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. K കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 32. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു നിയമം ലംഘിച്ച വർഷം 1930 ഏപ്രിൽ 23 ഉപ്പു നിയമം ലംഘിച്ചത്. ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ ഉടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരി. അപ്പം ഈ വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അംഷി നാരായണ പിള്ള. അംഷി നാരായണ പിള്ള. പയ്യന്നൂർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രണ്ടാം ബർദോളി. രണ്ടാം ബർദോളി. K കേളപ്പനെ അറസ്റ്റ് വരിക്കുന്നത് 1930 മെയ് 12. ഇതിനകത്ത് തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. മെയ് 12 അറസ്റ്റ് വരിക്കുന്നത്. K കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാണ് മൊയാരത്ത് ശങ്കരൻ. ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൊയാരത്ത് ശങ്കരൻ. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. കോഴിക്കോട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. എന്തൊക്കെയാണ്? 1930 ഏപ്രിൽ 13 ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിക്കുന്നത്. ഉപ്പു സത്യാഗ്രഹ ജാഥയുടെ പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ്. K കേളപ്പനാണ് നേതൃത്വം നൽകിയത്.
ജാഥയില് ഉടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരേ. ഇത് എഴുതിയത് അംഷി നാരായണ പിള്ളയാണ്. കേരളത്തില് ഉപ്പ് നിയമം ലംഘിച്ച വർഷം 1930 ഏപ്രിൽ 23. പിന്നീട് കെ കേളപ്പൻ അറസ്റ്റ് കൈവരിക്കുന്ന വർഷം 1930 മെയ് 12. അറസ്റ്റ് വരിച്ചതിനെ തുടർന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാണ് മൊയാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ആര്? ചോദ്യം വരാം. പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയാരത്ത് ശങ്കരനെയാണ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാല് പി.സി. കുഞ്ഞിരാമൻ അടിയോടി. പി.സി. കുഞ്ഞിരാമൻ അടിയോടി. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ ജാഥയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാന്ന് ചോദിച്ചാല് കുറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്. അപ്പൊ ഉപ്പ് സത്യാഗ്രഹ ജാഥയെ തുടർന്ന് ജയിലിൽ കടന്ന് മരിച്ചത് ആരാന്ന് ചോദിച്ചാല് പി.സി. കുഞ്ഞിരാമൻ അടിയോടി. ഉപ്പ് സത്യാഗ്രഹ ജാഥയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാന്ന് ചോദിച്ചാല് കുറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്. പ്രീവിയസ് ഇയർ ആണിതെല്ലാം. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ.കെ. ഗോപാലൻ അറസ്റ്റ് കൈവരിച്ച വർഷം 1930. കെ കേളപ്പനോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മറ്റ് നേതാക്കളാണ് പി. കൃഷ്ണൻ പിള്ള, പി. കേശവൻ നമ്പ്യാർ, പി.സി. കുഞ്ഞിരാമൻ നമ്പ്യാർ, കെ. കേശവൻ നമ്പ്യാർ. ആരൊക്കെയാണ്? പി. കൃഷ്ണൻ പിള്ള, പി. കേശവൻ നമ്പ്യാർ, പി.സി. കുഞ്ഞിരാമൻ നമ്പ്യാർ, കെ. കേശവൻ നമ്പ്യാർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏതു ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? ഉത്തരം മലബാർ. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ക്രിസ്തുമത പ്രചാരണത്തോടൊപ്പം വിദ്യാഭ്യാസവും സാമൂഹിക ഉന്നമനവുമാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ലക്ഷ്യം. അതില് മലബാർ കേന്ദ്രമാക്കി പ്രവർത്തിച്ച മിഷണറി ആയിരുന്നു ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. നേതൃത്വം നൽകിയത് ഹെർമൻ ഗുണ്ടേർട്ട് ആണ്. തിരുവിതാംകൂർ കേന്ദ്രമായി പ്രവർത്തിച്ച മിഷണറിയാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി. ലണ്ടൻ മിഷൻ സൊസൈറ്റിയിലെ പ്രധാനിയാണ് റവറന്റ് ചാൾസ് മീഡ്. കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിച്ച മിഷണറിയായിരുന്നു ചർച്ച് മിഷണറി സൊസൈറ്റി. അതിന് നേതൃത്വം നൽകിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാര് മലബാർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചതായിരുന്നു ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ലണ്ടൻ മിഷണറി സൊസൈറ്റി തിരുവിതാംകൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിച്ച മിഷണറിയാണ് ചർച്ച് മിഷൻ സൊസൈറ്റി. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ പ്രധാനിയായിരുന്നു ഹെർമൻ ഗുണ്ടേർട്ട്. ഹെർമൻ ഗുണ്ടേർട്ട് ആണ് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ തന്നെ ആദ്യത്തെ പത്രമായി കണക്കാക്കുന്ന രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടേർട്ട് ആണ്. അതേപോലെ മറ്റൊരു പത്രമാണ് പശ്ചിമോദയം. അപ്പം മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടേർട്ട്. ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഡിക്ഷണറി തയ്യാറാക്കിയതും ഹെർമൻ ഗുണ്ടേർട്ട് ആണ്. അപ്പൊ എന്തൊക്കെയാണ്? രാജ്യസമാചാരം എന്ന പത്രം, പശ്ചിമോദയം. ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടേർട്ട്. ഹെർമൻ ഗുണ്ടേർട്ട് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ പ്രധാനിയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരി. ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടേർട്ട്. ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരി. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. ആദ്യത്തെ നിഘണ്ടു അർണോസ് പാതിരി. ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ക്ലെമന്റ് പിയാനോസ്. നാഗർകോവിൽ ഉൾപ്പെടെയുള്ള തിരുവിതാംകൂറിന്റെ തെക്കൻ പ്രദേശങ്ങളില് ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ സാൽവേഷൻ ആർമി വിഭാഗത്തിലെ മിഷണറിയായിരുന്നു ടിങ്കിൾ ടാബ്. ടിങ്കിൾ ടാബ് സാൽവേഷൻ ആർമി വിഭാഗത്തിലെ മിഷണറിയായിരുന്നു. തിരുവിതാംകൂറില് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായ്.
അപ്പൊ എന്തൊക്കെയാണ്? മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരി, ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടേർട്ട്, ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്, മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം, സംക്ഷേപ വേദാർത്ഥം തയ്യാറാക്കിയത് അല്ലെങ്കിൽ രചിച്ചത് ക്ലെമന്റ് പിയാനോസ്. നാഗർകോവിൽ ഉൾപ്പെടെയുള്ള തെക്കൻ തിരുവിതാംകൂറില് ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിക്കാനായിട്ട് നേതൃത്വം നൽകിയ സാൽവേഷൻ ആർമിയിലെ മിഷണറി ആയിരുന്നു ടിങ്കിൾ ടാബ്. തിരുവിതാംകൂറില് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നടപ്പിലാക്കിയത് റാണി ഗൗരി പാർവതി ബായ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.